ഹലോ എവരിവൺ, നിങ്ങൾ എലൈറ്റ് മോഷൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർ എൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടെ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ എൻ്റെ സ്ക്രീനിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 2 വീഡിയോ കണ്ടാൽ തന്നെ എലൈറ്റ് മോഷൻ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇത് വളരെ ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോസൊക്കെ വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫഷണലായിട്ടുള്ള പല എഫക്റ്റുകളും ഇതിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ്. ഇനി എലൈറ്റ് മോഷനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ഓപ്ഷനും കൂടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് കവർ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ട്രാക്കിൻ്റെ സെറ്റിങ്സ് ഒക്കെ പഠിക്കാം. ഞാൻ ഈ ട്രാക്കിലേക്ക് 2-3 ഷേപ്പുകൾ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. താഴെ കാണുന്ന ആ ഗ്രീൻ പ്ലസ് സിമ്പിളില്ലേ, അതേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ ഷേപ്പായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു 3 ഷേപ്പാണ് ആഡ് ചെയ്യുന്നത്. കണ്ടോ, നമുക്കിവിടെ 3 ട്രാക്ക് ഇപ്പോൾ കാണാൻ പറ്റും. സ്ക്രീനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോന്ന് മൂവ് ചെയ്ത് നോക്കാം. ഈ സ്ക്രീനിൽ ചെയ്യുന്ന പോലെ ടൈം ലൈനിൽ കിടക്കുന്ന ട്രാക്കുകളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കുകളെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ട്രാക്കുകളെല്ലാം ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐയുടെ അടയാളം കാണുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിൽ ആ ട്രാക്ക് തുടങ്ങുന്നിടത്ത് ഒരു ഐയുടെ അടയാളം കാണാൻ പറ്റും. അവിടെ ഓരോ ട്രാക്കിനെയും ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രാക്കായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഗ്രീൻ ബാർ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കണ്ട കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പായിട്ട് മാറുന്നതാണ്. മുകളിൽ കാണിക്കുന്ന ആ ഫസ്റ്റ് ഓപ്ഷനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ബട്ടൺ. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ട ആ 3 ട്രാക്കും കൂടെ ഒറ്റ ഗ്രൂപ്പായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഒറ്റ ട്രാക്കായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇനി നമുക്കത് അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ആ ട്രാക്കെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി ഏറ്റവും ടോപ്പ് കോർണർ റൈറ്റ് ആയിട്ട് കണ്ടോ 3 ഡോട്ട് കാണിക്കുന്നുണ്ടോ, അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ കാണിക്കും. അതിൽ നിന്ന് അൺഗ്രൂപ്പേ സെലക്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം അൺഗ്രൂപ്പ് ആവുന്നതായിരിക്കും. കണ്ടോ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാ ട്രാക്കും സെപ്പറേറ്റ് ആയി നമ്മൾ ആദ്യം ഗ്രൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കുന്ന അതേ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ട്രാക്ക് എല്ലാം ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലേ ആവുന്ന രീതിയിൽ. ഇതിനെല്ലാം എങ്ങനെ ഒരുമിച്ച് ഓർഡർ ആക്കാൻ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഐയുടെ അടയാളത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഈ 3 ട്രാക്കിനെയും വീണ്ടും സെലക്ട് ചെയ്യുക. ഇനി ആ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും താഴെ കണ്ടോ ഒരു വൈറ്റ് റൗണ്ട് വന്നേക്കുന്ന ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതെല്ലാം ഇപ്പോൾ ഡിസോർഡർ മാറി ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്ക്രീനിൽ ആ ഒബ്ജക്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതിനാണ് ഇപ്പോൾ 2ാമത്തെ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. 2ാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ ട്രാക്കിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഫ്രെയിം തൊട്ടാണ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെയാണ് ഒരു ചെറിയ ബ്ലാങ്ക് ഫ്രെയിം അവിടെ വരും. ഇതാണ് ഒബ്ജക്റ്റിൻ്റെ ഫ്രെയിം തൊട്ട് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഓപ്ഷൻ്റെ സിമ്പലെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമാകും. 2ാമത്തെ ഓപ്ഷൻ കണ്ടോ ഒരു സ്പേസ് കാണിച്ചിട്ടുണ്ട് ആ പ്ലേ ഹെഡിൽ നിന്ന്. 1ാമത്തെ ഓപ്ഷനിൽ അത് ഡയറക്റ്റ് പ്ലേ ഹെഡുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ട്രാക്ക് പോയിൻ്റ് ബോട്ടം റൈറ്റ് കോർണറിൽ ഒരു ചെറിയ റൗണ്ട് കാണിക്കുന്നുണ്ട്, അവിടെയാണ് ഇരിക്കുന്നത്. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ട്രാക്കിൻ്റെ ഓർഡർ കണ്ട് ഈ രീതിയിലേക്ക് മാറുന്നതായിരിക്കും. ട്രാക്കിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള 3 ഓപ്ഷനാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഇനി ഒബ്ജക്റ്റിൻ്റെ അലൈൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാക്കിനെയും നേരത്തെ ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ ഒരു ഗ്രീൻ ബാർ വരും. അവിടുന്ന് ഒബ്ജക്റ്റിൻ്റെ അലൈൻമെൻറ്റ് ഓരോന്ന് നോക്കാം. അലൈൻമെൻറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ, ഡിസ്ട്രിബ്യൂട്ട്, അതായത് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അകലം. ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ നോക്കുക. പ്ലേ ഹെഡിന് മുമ്പിലോട്ടുള്ള ഭാഗം ട്രിം ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക ട്രാക്കിനെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള പ്ലേ ഹെഡിൻ്റെ ഭാഗം ട്രിം ചെയ്യുക. അത്ര ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇത് മൾട്ടി ട്രാക്കുകൾക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ ചെയ്യാൻ പറ്റും. അടുത്ത ട്രാക്കിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാനാണ്. അതായത് ഓരോ ട്രാക്കിനെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒരുമിച്ചാക്കി വെക്കുന്നു. ഇനി ഡീസെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റും. ട്രാക്കിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയൊരു സിമ്പിൾസ് കാണിക്കുന്നുണ്ടോ, അതേ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഓരോ ട്രാക്കിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ താഴെ കിടന്ന ഷേപ്പിനെ, അതായത് ട്രാക്കിനെ മുകളിൽ കിടക്കുന്ന ഷേപ്പിനെ താഴേക്കുമായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കി ഷേപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിനെ വലുതാക്കണമെങ്കിൽ എൻ്റെ കോർണറെ പിടിച്ച് വലുതാക്കുക, എങ്കിൽ പ്രപ്പോർഷനായിട്ട് വലുതാകും. സൈഡിൽ പിടിച്ചിട്ടാണ് വലുതാക്കുന്നതെങ്കിൽ അത് അൺപ്രപ്പോർഷനായിട്ടായിരിക്കും വലുതാകുന്നത്. ഇനി താഴെ കാണുന്ന ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും പെയിൻറ്റ് ബക്കറ്റെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കന്നേരം ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോളിഡ് കളർ അല്ലെങ്കിൽ ഒറ്റ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറേ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആ പെയിൻറ്റ് ബക്കറ്റിൻ്റെ ലെഫ്റ്റ് ഒരു ഡിസേബിൾ സിമ്പൽ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഇനി നെക്സ്റ്റ് മൾട്ടി കളർ അഥവാ ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി കളർ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാം.
അതിൻ്റെ ഓരോ കളറ് താഴെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഷേപ്പിൻ്റെ അതേ കളർ ഓപ്ഷൻ ലാസ്റ്റ് വരുന്ന അതിൻ്റെ അകത്ത് നമുക്ക് പിക്ചർ ഫില്ല് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനാണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇനി അതിനുള്ളിലെ സെലക്ട് മീഡിയ എന്ന ഭാഗത്ത് കണ്ട ഒരു പ്ലസ് ബട്ടൺ കാണിക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗ്യാലറിയിലെ ഒരു ഇമേജ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ കാണുന്ന പോലെ ആ ഷേപ്പിനുള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത പിക്ചർ ഷേപ്പിനുള്ളിലേക്ക് മാസ്ക് ആയിട്ടുണ്ട്. ഷേപ്പിനുള്ളിൽ ഫില്ല് ചെയ്യുന്ന ഓപ്ഷൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഇനി ഷേപ്പിന് ഷാഡോ ആൻഡ് ബോർഡർ നൽകാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബോർഡറിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആ സ്ട്രോക്കിൻ്റെ ടിക്ക് ഓൺ ചെയ്തിടുക. നമുക്കതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ബോർഡർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് നോക്കുക. അതിനുശേഷം ഷാഡോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അഡീഷണൽ ബോർഡർ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ സ്ട്രോക്ക് വരേണ്ടതെന്നൊക്കെ അവിടെ കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ഷാഡോ ആണ്. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഷേപ്പിന് ആനിമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയർ എന്ന ആ ഏരിയ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആനിമേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഗ്രീൻ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഔട്ട്പുട്ട് മോണിറ്ററിൽ ആ പിക്ചറിൻ്റെ നടുക്കായിട്ടൊരു കറുത്ത ഡോട്ട് അതൊന്ന് സെലക്ട് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആങ്കർ പോയിൻ്റ് മൂവ് ചെയ്ത് വെക്കാനാണ്. ഇനി സ്ക്രീനിൽ പിടിച്ചിട്ടല്ല മൂവ് ചെയ്യേണ്ടത്. സ്വൈപ്പ് ഹിയർ ടു മൂവ് പിവട്ട് പോയിൻ്റ് എന്ന് പറയുന്ന ആ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിലെ ആ കറുത്ത ഡോട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ആങ്കർ പോയിൻ്റ്. ഇനി ആ മൂവ് ടൂളിൻ്റെ താഴെ റൊട്ടേഷൻ ടൂളുണ്ട്. അതേ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആ പിക്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണോ ആങ്കർ പോയിൻ്റ് അല്ലെ ബ്ലാക്ക് പോയിൻ്റ് കൊണ്ടുവച്ചത് അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും റൊട്ടേഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ യൂസ്. ഇനി ഇതുപയോഗിച്ച് ഒരു ആനിമേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മറ്റുള്ള പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകളിൽ ആനിമേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ട്രാക്കിനെ കുറച്ച് മൂവ് ചെയ്ത് വെച്ച ശേഷം ഇട സൈഡിൽ കാണുന്ന ആ കീ ഫ്രെയിം, ഒരു ഡയമണ്ട് അടയാളം കണ്ടോ, ആ കീ ഫ്രെയിമെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ട്രാക്കിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഒരു കീ ഫ്രെയിം ആഡായിട്ടുണ്ട്. ഇനി ട്രാക്കിനെ കുറച്ചുകൂടെ ഞാൻ മൂവ് ചെയ്ത് വെച്ച ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ഒബ്ജക്റ്റിനെ പിടിച്ചങ്ങ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കീ ഫ്രെയിം ആഡാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആ പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇത്രേ ഉള്ളൂ ആനിമേഷൻ ചെയ്യുന്നത്. ഇനി ആനിമേഷൻ അടിപൊളിയായിട്ട് വരാൻ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇനി അതുപോലെ നമുക്ക് അതിൻ്റെ അകത്ത് സ്കെയിൽ ഓപ്ഷൻ, സ്ക്യൂ ഓപ്ഷനും ഉണ്ട്. അതും കൂടെ ചെയ്ത് നോക്കാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ വലുതാക്കുക ചെറുതാക്കുക അങ്ങനത്തെ എഫക്റ്റ് കൊടുക്കാനും, സ്ക്യൂ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞൊക്കെ വരുന്ന പോലെ ഒബ്ജക്റ്റിനെ ചെരിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെങ്ങനെയാണ് ഈ എഫക്റ്റ് കൊടുക്കുന്നത് നോക്കാം. കുറേ പ്രീസെറ്റ് എഫക്റ്റുകൾ ഇത് കിടപ്പുണ്ട്. നിങ്ങൾ പെയ്ഡ് വേർഷനാണ് കുറേ അടിപൊളി എഫക്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ കിടക്കുന്ന പ്രീസെറ്റ് നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇനി ആ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നതായിരിക്കും. ഇതിൽ കുറേ പ്രീസെറ്റ് എഫക്റ്റുകൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ പൾസ് എന്ന് പറയുന്ന എഫക്റ്റാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി സെറ്റിങ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ എഫക്റ്റുകൾക്കും നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഓപ്ഷൻ്റെ അകത്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്ത് നോക്കാം. അതിൻ്റെ 2 പിക്ചർ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ട്രാക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ. ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ താഴെയുള്ള ട്രാക്കുമായിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ബ്ലെൻഡിങ് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രാക്കും തമ്മിൽ മിക്സ് ആയിട്ട് വരും. അതിൻ്റെ മോഡുകൾ ചേഞ്ച് ആവും. പലതരത്തിലുള്ള മോഡ് അവിടെ കിടപ്പുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷൻ മാസ്കിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ഓപ്ഷൻ ചെയ്തായിരുന്നു, ഷേപ്പിനുള്ളിലേക്ക് ഒരു പിക്ചറിനെ കയറ്റുന്നത്. അതുതന്നെയാണ് ഇത് മറ്റൊരു രീതി ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഞാനൊരു പിക്ചർ ഓപ്പൺ ചെയ്ത് അതിന് മുകളിൽ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി 2 ട്രാക്കും കൂടെ സെലക്ട് ചെയ്യുക. മുകളിലത്തെ ആ ഗ്രീൻ ബാറയിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ അടുത്ത ഓപ്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ 2ാമത്തെ ഓപ്ഷൻ കണ്ടോ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പിക്ചർ ആ ഷേപ്പിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. അതായത് ആ ഷേപ്പ് ആ പിക്ചറിനെ മാസ്ക് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഇനി അതിനുള്ളിൽ 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് അവിടെ നിന്ന് മൈനസ് ആയി പോകും. ആ ഷേപ്പ് നിൽക്കുന്ന അത്ര ഏരിയ പിക്ചറിൽ നിന്ന് മൈനസ് ആയി പോകും. ബാക്കി ഓപ്ഷൻസ് എല്ലാം നമ്മൾ നോക്കിയതാണ്. ഇതും കൂടെ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് എലമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതും എല്ലാ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകളിലും ഉള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഓപ്ഷനാണിത്. ഞാനിവിടെ ഒന്ന് എലമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അത് ഡിസേബിൾ ആണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്.
എലമെൻ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ഷേപ്പുകൾ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ 3 സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണ്. ഈ മോണിറ്ററിൻ്റെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ അടയാളമാണ് ഈ കുറേ ചെക്ക് ബോക്സ് കാണിച്ചേക്കുന്നത്. ഇനി ഈ ട്രാക്കുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി ആ ഗ്രീൻ ബാറിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ട്രാക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിലൊരു 3 ഡോട്ട് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് സേവ് ടു മൈ എലമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് ആക്കിയ 3 ട്രാക്കും കൂടെ എലമെൻറ്റിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു ന്യൂ പ്രൊജക്റ്റ് എടുത്തു. അതിൻ്റെ അകത്തോട്ട് ഒരു പിക്ചർ ആഡ് ചെയ്തു. ഇനി താഴത്തെ ഗ്രീൻ കളറിലെ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എലമെൻ്റ് ആഡ് ചെയ്യാം. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത ആ ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒറ്റ പീസായിട്ട് മെർജ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് എലമെൻറ്റിൻ്റെ ഉപയോഗം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതിൻ്റെ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അത് നോക്കാം. പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. എന്ന് എഴുതിയിട്ട് ടെക്സ്റ്റ് എന്ന് എഴുതിയേക്കുന്നുണ്ട്. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റർ ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റും ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ടിലൊന്നും വരുന്നതല്ല. ടെക്സ്റ്റ് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം ടെക്സ്റ്റിന് വലിപ്പം വേണം കൂട്ടാം, കളർ ചേഞ്ച് ചെയ്യുക, ഓരോന്ന് ചെയ്യുക ആവശ്യമുള്ള രീതിയിൽ. ഇനി നമുക്ക് ഇതിനൊരു എഫക്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ട്രാക്ക് സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രീസെറ്റ് ചെയ്യുന്ന കുറേ ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ട് ആ സ്ക്രീനിൽ ടെക്സ്റ്റ് എഫക്റ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചേ കിടപ്പുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ നിന്ന് ഇഷ്ടംപോലെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്നൊരു എഫക്റ്റ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണിത്. ഈ 2 വീഡിയോയിലൂടെ തന്നെ എലൈറ്റ് മോഷൻ്റെ 90% കൂടുതൽ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോയും കണ്ട് ഈ ആപ്ലിക്കേഷൻ നല്ലതുപോലെ പഠിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ എഫക്റ്റുകളും പ്രീസെറ്റുകളും നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക്